നമസ്കാരം. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 4 വരെ പാത്വേ ഉള്ള വിദ്യാർത്ഥികൾ അഥവാ ഡബിൾ മേജർ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ കോർ കോഴ്സിനോടും മൈനർ കോഴ്സും കൂടാതെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളും പഠിക്കേണ്ടതുണ്ട്. ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് പുറമെ ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളായ MDCയും SCCയും പഠിക്കേണ്ടതുണ്ട്. ആദ്യം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് അഥവാ MDC എന്താണെന്ന് നോക്കാം. 1-2 സെമസ്റ്ററുകളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും MDC കോഴ്സ് ഓഫർ ചെയ്യുന്നതാണ്. നിലവിലുള്ള ഓപ്പൺ കോഴ്സിന്റെ അതേ സ്വഭാവമാണ് 4 ഇയർ UGP പ്രോഗ്രാമിലൂടെയുള്ള MDC കോഴ്സിനും ഉള്ളത്. 1-ാം സെമസ്റ്ററിൽ 2-ാം സെമസ്റ്ററിലും തിരഞ്ഞെടുക്കുന്ന MDC ഒരേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ആകണമെന്നില്ല. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു സെമസ്റ്ററിൽ ഒരു MDC മാത്രമേ ഓഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റ് ഡിസിപ്ലിനുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓഫർ ചെയ്യേണ്ടത്. 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ് രണ്ടാമത്തെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഇത് 5-6 സെമസ്റ്ററുകളിലാണ് 1 മുതൽ 4 വരെ പാത്വേയുള്ള വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യുന്നത്. 5-ാം സെമസ്റ്ററിൽ ഓഫർ ചെയ്യുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന് SCCക്ക് സ്വന്തം ഡിപ്പാർട്ട്മെന്റിലുള്ള വിദ്യാർത്ഥികൾക്കും മറ്റ് ഡിസിപ്ലിനിലുള്ള വിദ്യാർത്ഥികൾക്കും എടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഹിസ്റ്ററി ഓഫർ ചെയ്യുന്ന 5-ാം സെമസ്റ്ററിൽ ഓഫർ ചെയ്യുന്ന SCC കോഴ്സ് ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്കും ഹിസ്റ്ററി മേജർ അല്ലാത്ത വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റും. എന്നാൽ 6-ാം സെമസ്റ്ററിലുള്ള SCC ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് നൽകേണ്ടത്. ഇനി ഫൗണ്ടേഷൻ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. MDCയും SCCയും ഒരു സെമസ്റ്ററിൽ ഈ കോഴ്സ് പഠിപ്പിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷണൽ അവർ എന്ന് പറയുന്നത് 45 ആണ്. അങ്ങനെയെങ്കിൽ ഒരാഴ്ചയിൽ 3 അവറാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനായി അധ്യാപകൻ എൻഗേജ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് 3. എക്സ്റ്റേണൽ എക്സാമിന് മാക്സിമം മാർക്ക് 50. ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഇന്റേണൽ മാർക്ക് 25-ലായിരിക്കും. 25 ഇന്റേണൽ മാർക്കും 50 എക്സ്റ്റേണൽ മാർക്കും ചേർത്ത് 75 മാർക്കാണ് ഒരു കോഴ്സിന്റെ ടോട്ടൽ മാർക്ക്. ഇത് SCC കോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നു. ഹെറിറ്റേജ് വോക്ക് ആൻഡ് ഫീൽഡ് സർവേ. ഇത് 5-ാം സെമസ്റ്ററിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന SCC ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 2 കോഴ്സ് കോഡ് കാണാൻ സാധിക്കും. HIS4 FS 112-1/HIS5 FS 112-1. 5-ാം സെമസ്റ്ററിലാണ് 1 മുതൽ 4 വരെ പാത്വേയുള്ള വിദ്യാർത്ഥികൾക്ക് SCC ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നത് എങ്കിൽ ഡബിൾ മേജർ വിദ്യാർത്ഥികൾക്ക് അവര് ഓപ്റ്റ് ചെയ്ത ഓപ്ഷൻ അനുസരിച്ച് A1 B2 അഥവാ B1 A2 ബാച്ച് ആണ് എങ്കിൽ അവർക്ക് 4-ാം സെമസ്റ്ററിലായിരിക്കും SCC ഓഫർ ചെയ്യേണ്ടത്. 4-ാം സെമസ്റ്ററിലെ ഡബിൾ മേജർ കുട്ടികൾ 4-ാം സെമസ്റ്ററിൽ പഠിക്കുന്ന അതേ SCC കോഴ്സാണ് BA ഹിസ്റ്ററി അല്ലെങ്കിൽ 1 മുതൽ 4 വരെ പാത്വേയുള്ള വിദ്യാർത്ഥികൾ 5-ാം സെമസ്റ്ററിൽ പഠിക്കുന്നത്. ഇൻസ്ട്രക്ഷണൽ അവർ സെയിം ആണ്. ഒരു
ആഴ്ചയിൽ ഒരു അധ്യാപകൻ ഈ കോഴ്സ് പഠിപ്പിക്കുന്നതിനായി എൻഗേജ് ചെയ്യേണ്ട ക്ലാസ് 3 അവറാണ്. ക്രെഡിറ്റ് 3, എക്സ്റ്റേണൽ ഇന്റേണൽ രണ്ടും കൂടെ കൂട്ടി 75 മാർക്ക്. ഇനി ഒരു MDC SCC കോഴ്സിന്റെ സിലബസ് എങ്ങനെയായിരിക്കും? ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന MDC കോഴ്സാണ്. ഇത് തന്നെയാണ് SCCയുടെയും സ്ട്രക്ചർ. ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇൻ ഇന്ത്യ 1ാം സെമസ്റ്ററിൽ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇൻ ഇന്ത്യ MDC. അതിൻ്റെ അക്കാദമിക് ലെവൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 100 മുതൽ 199 കോഴ്സ് ഔട്ട്കംസ് ഉണ്ട്. എല്ലാ കോർ പേപ്പറിനും മൈനർ പേപ്പറിനും ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനും 5 മൊഡ്യൂൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ 4 മൊഡ്യൂൾ ഫിക്സഡ് മൊഡ്യൂൾ, 5ാമത്തേത് ഓപ്പൺ എൻഡഡ്. ഡിപ്പാർട്ട്മെന്റ് കൗൺസിലിന്റെ അപ്രൂവലോടുകൂടി ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകനായിരിക്കും ഓപ്പൺ എൻഡഡ് പോർഷൻ അല്ലെങ്കിൽ ആ ഭാഗം ഡിസൈൻ ചെയ്യുന്നത്. 45 ഇൻസ്ട്രക്ഷണൽ അവറിനെ ആദ്യത്തെ 4 മൊഡ്യൂൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി 36 അവറാണ് നൽകിയിട്ടുള്ളത്. ഓപ്പൺ എൻഡഡ് പഠിപ്പിക്കുന്നതിന് 9 അവറും. ഈ രീതിയിൽ തന്നെയാണ് SCC ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെയും സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്.